ഫാദർ വട്ടപ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. അദ്ദേഹം ഒരു ജാക്കബൈറ്റ് ഫാദറാണ്, കല്യാണം കഴിക്കാവുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ്റെ ഭാര്യയെ അവർ വിശ്വാസികൾ അമ്മായി എന്നാണ് വിളിക്കുക. പക്ഷേ ചെറിയ പെൺകുട്ടിയാണ്. ഞാൻ തമാശയ്ക്ക് കളിയാക്കിയിട്ട് അമ്മായി എന്നൊക്കെ വിളിക്കും. ഞാനും സുരേഷ് ജോസഫ് സാറും ബൈജു നായരും ചേർന്ന് ലണ്ടനിലേക്ക് യാത്ര പോയി. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചിട്ട് ബൈജു നായർ നമ്മുടെ കൂട്ടം പിരിഞ്ഞു. പിന്നെ ഞാനും സുരേഷ് ജോസഫ് സാറും തനിയാണ് യാത്ര ചെയ്തത്. ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം ഒരു രാത്രിയെ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. അവിടുന്ന് പുറത്തേക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ്. ഒരു സ്കൈ ഇങ്ങനെ പിങ്ക് കലർന്ന റെഡ് കളറായിട്ട് സ്കൈ മുഴുവൻ ഇങ്ങനെ പെയിൻറ് ചെയ്തതുപോലെ. അങ്ങനെ ഈ ജാക്കറ്റും സാധനങ്ങളും ഒക്കെ ഊരി വെച്ച് ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് കിടന്ന് നല്ല സുഖമായിട്ട് ഇങ്ങനെ ഉറക്കം പിടിക്കുന്ന സമയത്ത് എനിക്ക് കോൾ തന്നത് താഴെ ഇത് വന്നിട്ടുണ്ട്, നോർത്തേൺ ലൈറ്റ്സ് വരുന്നുണ്ട്, വേഗം വന്ന് കാണാം, വേഗം വന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു. ഒരു ബോട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഉമിയാക്ക് എന്നാണ്. ഉമിയാക്ക് ആ കാലത്ത് തിമിംഗലത്തിൻ്റെ എല്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് സീലിൻ്റെ സ്കിന്നുകൊണ്ട് കവർ ചെയ്തിട്ട് ഉള്ളതാണ്. അപ്പോൾ അതിൽ വെള്ളമൊന്നും കയറില്ല, നനയില്ല, അങ്ങനെ. അപ്പോൾ അങ്ങനെ ഡിസ്കോ ബേയിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് കരയിൽ ലാൻഡ് ചെയ്തു. ഹോട്ടൽ ആർട്ടിക്കിളാണ് ഞങ്ങൾക്ക് താമസം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ സയൺ വുഡൻ ചർച്ച് കണ്ടു. 1779 ആണ് ആ ചർച്ച് പണിതത്. കംപ്ലീറ്റ് വുഡൻ ചർച്ചാണ് അത്. ഈ ഗ്രീൻലാൻഡിലെ ഏറ്റവും നിലനിൽക്കുന്ന ഏറ്റവും പഴയ ബിൽഡിങ്ങാണ് സയൺ ചർച്ച്. ആ കാലത്തെ ഏറ്റവും വലിയ ബിൽഡിങ്ങായിരുന്നു, ഗ്രീൻലാൻഡിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങുമായിരുന്നു. ആ സയൺ ചർച്ച് കണ്ടു. അതിൻ്റെ പുറത്ത് നിന്നിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഹോട്ടൽ ആർട്ടിക്കിലേക്ക് പോയി. ആർട്ടിക്കിലേക്ക് പോകുന്ന വഴി അതിമനോഹരമാണ്. ഈ ആർട്ടിക് ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള 4 സ്റ്റാർ ഹോട്ടലാണത്. വടക്കേ അറ്റത്തുള്ള ഹോട്ടലുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇലുലിസാത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലാണ്, 4 സ്റ്റാറാണ്. അപ്പോൾ ഇലുലിസാത്ത് സന്ദർശിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികളും ഈ ഹോട്ടലാണ് ചൂസ് ചെയ്യുക. അതിൻ്റെ കാരണം അതിരിക്കുന്ന സ്ഥലമാണ്. അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റിലാണ് ആ ഹോട്ടലിരിക്കുന്നത്. ഹോട്ടൽ റൂമിൻ്റെ ജനാലകളിൽ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ബ്രെത്ത് ടേക്കിംഗ് കാഴ്ചകളാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം ഒരു രാത്രിയെ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്.
ഹോട്ടൽ ആർട്ടിക്കിൽ എത്തി നമ്മൾ ആ ഹോട്ടലിൻ്റെ അകം തന്നെ ഒരു മ്യൂസിയം പോലെ ഒരുപാട് അവരുടെ കൾച്ചറിൻ്റെ ഒരുപാട് മെമ്മറീസ് അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബോട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഉമിയാക്ക് എന്നാണ്. ഉമിയാക്ക് സ്ത്രീകൾ തുഴയുന്ന ബോട്ടാണ്. ആണുങ്ങൾ നമ്മളുടെ ഒരാൾക്ക് മാത്രം അങ്ങനെ ഇരിക്കാവുന്ന കയാക്കിങ്ങിൻ്റെ ഇതുപോലത്തെ ബോട്ടുകൾ ആണുങ്ങൾക്കുണ്ട്. പെണ്ണുങ്ങൾക്ക് ഒന്നിലധികം പേര് കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സാധനമാണ് ഉമിയാക്ക്. ഉമിയാക്ക് ആ കാലത്ത് തിമിംഗലത്തിൻ്റെ എല്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് സീലിൻ്റെ സ്കിന്നുകൊണ്ട് കവർ ചെയ്തിട്ട് ഉള്ളതാണ്. അപ്പോൾ അതിൽ വെള്ളമൊന്നും കയറില്ല, നനയില്ല, അങ്ങനെ. അപ്പോൾ സ്ത്രീകൾ കുട്ടികൾ ഒക്കെ യാത്ര ചെയ്യുന്നത്, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനൊക്കെ ഈ വള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. അത് അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ അവർ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു കത്തി, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു കത്തി. അതൊരു ക്രസൻറ്റിൻ്റെ ഒരു അർദ്ധചന്ദ്രൻ്റെ ഷേപ്പിലാണ്. നമ്മുടെ ഉളി പോലെ, പക്ഷെ അതിങ്ങനെ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് മീതന്ന് ഇങ്ങനെയായിട്ടുള്ളൊരു ഷേപ്പിലാണ്. അതിനൊരു പിടി ഉണ്ടാവും. അപ്പോൾ ആ പിടി മൃഗങ്ങളുടെ എല്ല് അല്ലെങ്കിൽ തിമിംഗലത്തിൻ്റെ എല്ല് അല്ലെങ്കിൽ മരം, അതുകൊണ്ടാണ് പിടി ഉണ്ടാവുക. അതിന് കണ്ട നമ്മുടെ ഉളിയുടെ മാതിരി ഉണ്ടായിരിക്കും. അതിൻ്റെ പേരിനും ഉളിയോട് സാമ്യമുണ്ട്. ഉളു എന്നാണ് അവർ ആ കത്തിക്ക് വിളിക്കുന്നത്. അത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന നൈഫാണ്. അതുകൊണ്ടാണ് അവർ മൃഗങ്ങളുടെ തോലിനകത്തെ മാംസമൊക്കെ ചെത്തിക്കളയുന്നതും. അവരെല്ലാത്തിനും അതാണ് ഉപയോഗിക്കുക. ഇറച്ചി നുറുക്കുന്നതിനും ഈവൻ ഈ അവരുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൽ ഹോൾസ് ഇടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരെ ഈ ഉളുവാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ഫോട്ടോ. പിന്നെ അവരുടെ ട്രഡീഷണലായിട്ടുള്ള വസ്ത്രം ധരിച്ച ആളുകളുടെ, കുട്ടികളുടെ ഒക്കെ ഒരുപാട് പിക്ചേഴ്സ് ആ ഹോട്ടലിൽ നിറയെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു മ്യൂസിയം കാണുന്ന പോലെ അത്രയും കാണാനുണ്ട്. കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അതിൽ പക്ഷേ ഏറ്റവും ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ പോയ സമയത്ത് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെ ലൈറ്റ് നല്ല ഗോൾഡൻ ലൈറ്റാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തു. എല്ലാവരും നല്ല സായിപ്പന്മാരെ മാതിരി ഇരിക്കും ആ ഗോൾഡൻ ലൈറ്റിൽ. അവിടുന്ന് പുറത്തേക്ക് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ്. ഒരു ഉൾക്കടൽ പോലെ ഇങ്ങനെ അകത്തേക്ക് കയറി കിടക്കും കടൽ. അതുകൂടെ ഈ സ്പീഡ് ബോട്ടുകൾ പോകുന്നത് ഒക്കെ കാണാം. സ്കൈ ഇങ്ങനെ പിങ്ക് കലർന്ന റെഡ് കളറായിട്ട് സ്കൈ മുഴുവൻ ഇങ്ങനെ പെയിൻറ് ചെയ്തതുപോലെ അതൊരു ടിപ്പിക്കൽ നോർത്തേൺ ഒരു കളറാണ്. ഒരു സന്ധ്യയാണ്. അപ്പോൾ അത് ഫോട്ടോ എടുക്കാൻ ഒരാൾ ദൂരെ പാറപ്പുറത്ത് ഇങ്ങനെ അയാളുടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത്, ഭയങ്കര തണുപ്പാണ്. ആ തണുപ്പിൽ വില കൂടിയ ക്യാമറയും സൂം ലെൻസും ടെലി ലെൻസും ഒക്കെ ആയിട്ട് അയാൾ അവിടെ അങ്ങനെ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെയൊക്കെ നമ്മൾ വെറുതെ നമ്മുടെ വീഡിയോ എടുത്തു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുള്ള ടെറസിൽ ഒരു ബൈനോക്കുലർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് കൂടെ നമുക്ക് പോയി നോക്കാം. പുറത്ത് ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഈ ഹോട്ടലിനൊക്കെ ഭയങ്കര വാമാണ്. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ പോയിട്ട് ഷോർട്ട്സൊക്കെ ഇട്ടിട്ട് ഭക്ഷണം ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ വേഷത്തിൽ പുറത്തിറങ്ങിയിട്ട് ഈ ബൈനോക്കുലർ കൂടെ നോക്കുമ്പോൾ നല്ല തണുപ്പാണ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. എന്നാലും നമ്മളൊരു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ബൈനോക്കുലർ കൂടെ നോക്കി. ബൈനോക്കുലറിലൂടെ അങ്ങനെ അങ്ങേയറ്റം നല്ല പവർഫുള്ളായിട്ടുള്ള ബൈനോക്കുലറാണ്. അപ്പോൾ അത് കൂടെയൊക്കെ നോക്കി. അത് കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിച്ചു. പോയി കിടന്നതിന് ശേഷം അപ്പോൾ പറഞ്ഞു ചിലപ്പോൾ ഇന്നത്തെ സ്കൈയുടെയൊക്കെ പ്രത്യേകത കൊണ്ട് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ സാധ്യതയുണ്ടെന്നാണ്. ഞങ്ങൾ പകലത്തെ ഈ കപ്പൽ യാത്ര, അത് കഴിഞ്ഞിട്ടുള്ള ബോട്ട് യാത്ര, അത് കഴിഞ്ഞിട്ട് ഉള്ള കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 11 മണി വരെയൊക്കെ ഞാൻ നോക്കിയിരുന്നു. പുറത്തെല്ലാവരും സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്ത് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട്. അങ്ങനെ 11 മണി വരെ കണ്ടില്ല.
ഞാൻ തിരിച്ച് റൂമിലേക്ക്, നല്ല ഉഗ്രൻ റൂമാണ്, നല്ല വ്യൂ ആണ്. ആ റൂമിൽ ഒരു രാത്രിയേ കിടക്കാനുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു സങ്കടം. അങ്ങനെ ഈ ജാക്കറ്റും സാധനങ്ങളും ഒക്കെ ഊരി വെച്ച് ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് കിടന്ന് നല്ല സുഖമായിട്ട് ഇങ്ങനെ ഉറക്കം പിടിക്കുന്ന സമയത്ത് എനിക്ക് കോൾ വന്നത്, താഴെ ഇത് വന്നിട്ടുണ്ട്, നോർത്തേൺ ലൈറ്റ്സ് വരുന്നുണ്ട്, വേഗം വന്ന് കാണാം, വേഗം വന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ മടി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആ കാഴ്ച നഷ്ടമാവണതിൽ സങ്കടമുണ്ട്, പക്ഷെ ഇനി വീണ്ടും ഈ ഡ്രസ്സുകൾ, ഇന്നർ, അതിൻ്റെ മീതെ പാൻസ്, അതിൻ്റെ മീതെ ഈ തെർമലിൻ്റെ മീതെ പാൻസ്, പാൻസിൻ്റെ മീതെ പോളി പാൻറ്റ്, അത് കഴിഞ്ഞ് ജാക്കറ്റ്, ഇതെല്ലാം ഇട്ടിട്ട് താഴേക്ക് വരാനുള്ള മടി ആലോചിച്ചിട്ട് ഞാൻ പോയില്ല. ഞാൻ സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങി. ജനലിൽ കൂടെ നോക്കി, അപ്പോൾ കുറച്ചൊക്കെ കണ്ട്, അപ്പോൾ അത് മതിയെന്ന് തീരുമാനിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഈ ഹോട്ടൽ ആർട്ടിക്കിനോട് വിട പറയുകയാണ്. അപ്പോൾ ആർട്ടിക്കിൻ്റെ പുറത്ത് ഞങ്ങൾ ഉണ്ണിയും ഞാനും നൗഷാദും നാസിയൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ ഒരുമിച്ച് 4 പേര് ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ ഹോട്ടൽ ആർട്ടിക്കിൻ്റെ മുമ്പിൽ നിന്ന് എടുത്തു. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇങ്ങനെ എൻ്റെ വിഷ് പറയും, അത് നടക്കാറുണ്ട് ചിലപ്പോൾ ഒക്കെ. അപ്പോൾ വീണ്ടും ഇലൂലിസാത്തിലേക്ക് മാത്രമായിട്ട് ഒരിക്കൽ വരാൻ പറ്റണേ, ഹോട്ടൽ ആർട്ടിക്കിൽ ഒരാഴ്ചയെങ്കിലും താമസിക്കാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയിൽ എയർപോർട്ടിലേക്ക്, ഇലൂലിസാത്ത് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ഇലൂലിസാത്ത് എയർപോർട്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല, കാരണം നമ്മൾ ഷിപ്പിലാണല്ലോ വന്നത്. ശരിക്കും ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈ ചെയ്തിട്ട് ഇലൂലിസാത്തിലേക്ക് വരാമായിരുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂർ നേരത്തെ യാത്രയുള്ളൂ. പക്ഷെ നമ്മൾ 2 ദിവസം എടുത്ത് കപ്പലിലാണ് വന്നത്. അപ്പോൾ തിരിച്ച് ഇലൂലിസാത്തിൽ നിന്ന് ന്യൂയോർക്കിലേക്കും ന്യൂയോർക്കിൽ നിന്ന് കോപ്പൻഹേഗനിലേക്കുമാണ് പോകുന്നത്. അങ്ങനെ ഇലൂലിസാത്ത് എയർപോർട്ടിലെത്തി. ആ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ മുമ്പിൽ നിന്ന്, ചെറിയൊരു എയർപോർട്ടാണ്, അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അകത്ത് കയറി. നമ്മൾ ന്യൂയോർക്കിലേക്ക് വന്ന എയർ ഗ്രീൻലാൻഡിൻ്റെ ഫ്ലൈറ്റിലാണ്, ആ ചുവന്ന ഭംഗിയുള്ള ഫ്ലൈറ്റിലാണ് തിരിച്ച് പോകേണ്ടത്. എയർപോർട്ട് വളരെ ചെറിയൊരു സ്ഥലമാണ്, അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നുമില്ല. ഒരു 2 റൂം പോലെയുള്ളൊരു സ്ഥലമേ ഉള്ളൂ. അതിനുള്ളിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറി ആ ചുവന്ന ഭംഗിയുള്ള ഫ്ലൈറ്റുകളുടെ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇത്തവണത്തെ ആകാശത്ത് നിന്നുള്ള ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ടയറൊക്കെ ഉള്ളിലേക്ക് കയറുന്നതൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ ഇരുന്ന സീറ്റിൻ്റെ പ്രത്യേകത കൊണ്ട് ആ ഫ്രണ്ടിലെ ഫാനിൻ്റെ സൈഡിൽ തന്നെയാണ് ആ ഫാനും ടേക്ക് ഓഫ് ചെയ്യുന്നത് കിട്ടി നമുക്ക്.
ആകാശത്ത് നിന്നുള്ള ഈ ലുലിസാത്തിൻ്റെ ദൃശ്യങ്ങൾ അതൊരു ബ്രെത്ത് ടേക്കിംഗ്. നമ്മൾ ടോപ്പിൽ നിന്ന് കണ്ടിട്ടില്ലല്ലോ, നമ്മൾ അതിൽ ബോട്ടിലും കപ്പലിലും ഒക്കെ അല്ലേ പോയത്. ആകാശത്ത് നിന്നുള്ളതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സുന്ദരമാണ്. ആദ്യം കടൽ വെള്ളം, ഈ ഐസുകളൊക്കെ പാറിക്കിടക്കുന്ന കടലൊക്കെ കഴിഞ്ഞിട്ട് ഈ മലനിരകളുടെ ഇടയിൽ ഫുൾ ഐസ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ അതിൻ്റെ മുകളിലൂടെ നമ്മൾ പറന്ന് ഏറ്റവും രസകരമായൊരു ഷോട്ട് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡ്സ് വരുന്നത് നമുക്കറിയാം. ചെറുതായിട്ട് ഇങ്ങനെ ക്ലൗഡ്സ് ഇങ്ങനെ വരും. പിന്നെ കംപ്ലീറ്റ് ഈ വിമാനം ക്ലൗഡ്സിനുള്ളിലേക്ക് കയറിയിട്ട് ഒന്നും കാണില്ല, ക്ലൗഡ്സ് മാത്രം. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ക്ലൗഡ്സിൽ നിന്ന് പുറത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ ന്യൂക്കിൻ്റെ ആകാശത്തേക്ക് എത്തി. ന്യൂക്കിൻ്റെ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കര കാണുന്നതും എയറോഡ്രോമിൽ നമ്മൾ റൺവേയിലേക്ക് വന്ന് ഇറങ്ങുന്നതിൻ്റെയൊക്കെ വീഡിയോസ് കിട്ടി. അവിടെ ഇറങ്ങി ന്യൂക്കിലെ എയർപോർട്ടിൽ കയറിയിരുന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് കോപ്പൻഹേഗനിലേക്കുള്ള ഫ്ലൈറ്റ് ന്യൂക്കിൽ നിന്നുണ്ട്. അപ്പോൾ ന്യൂക്ക് എയർപോർട്ട് നമ്മൾ മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം. ന്യൂക്കിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് അത് എയർ ഗ്രീൻലാൻഡിൻ്റെ തന്നെയാണ്, റെഡ് കളർ തന്നെയാണ്, പക്ഷെ വലിയ ഫ്ലൈറ്റാണ്. അപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് അതിലേക്ക് കയറുന്ന വലിയ ഗോവണി മൊത്തം ഷൂട്ട് ചെയ്ത് നമ്മൾ വിമാനത്തിലേക്ക് കയറി. അവിടുന്ന് നമ്മൾ കോപ്പൻഹേഗൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. കോപ്പൻഹേഗൻ നഗരം യുനെസ്കോയുടെ പൈതൃക പട്ടികയിലും യുനെസ്കോയുടെ ആർക്കിടെക്ചർ മാർവൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകളുടെ നഗരം എന്നുള്ള നിലയിലും യുനെസ്കോയുടെ പട്ടികയിലുള്ള ഒരു സ്ഥലമാണ് കോപ്പൻഹേഗൻ. കോപ്പൻഹേഗനിൽ ഇറങ്ങി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകാവുന്ന ഒരു ഹോട്ടൽ, ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് നമ്മൾ അക്കോമഡേഷനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം സംഭവിച്ചു. ഞാനും സുരേഷ് ജോസഫ് സാറും ബൈജു നായരും ചേർന്ന് ലണ്ടനിലേക്ക് യാത്ര പോയി. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചിട്ട് ബൈജു നായർ നമ്മുടെ കൂട്ടം പിരിഞ്ഞു. പിന്നെ ഞാനും സുരേഷ് ജോസഫ് സാറും തനിയാണ് യാത്ര ചെയ്തത്. യൂറോപ്പിൽ റഷ്യയിൽ നിന്ന്
ഫിൻലൻഡ് തൊട്ട് ഫിൻലൻഡ്, എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മൾ ഡെൻമാർക്കിൽ വന്നിരുന്നു. ആ യാത്ര ഡെൻമാർക്ക് വഴിയാണ് കടന്നു പോയത്. അപ്പോൾ ഡെൻമാർക്കിലെത്തിയപ്പോൾ എത്തുന്നതിന് മുൻപ് എന്നെ ബൈജോൻ നായർ വിളിച്ചിരുന്നു. ബൈജോൻ നായർ ബൈ ബസ് ലണ്ടനിലേക്ക് നേരെ പോയപ്പോൾ ഈ ഡെൻമാർക്കിൽ ഇറങ്ങിയിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് അതിഥേയത്വം വഹിച്ചത് ഫാദർ വട്ടപ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. അദ്ദേഹം ഒരു ജാക്കബൈറ്റ് ഫാദറാണ്, കല്യാണം കഴിക്കാവുന്ന ഒരു അച്ഛനാണ്. അവരുടെ ഈ യൂറോപ്പിലെ കുറേ പള്ളികളുടെ ചാർജും അവരുടെ മൊത്തം കോർഡിനേഷൻ ചാർജും ഒക്കെ ഉള്ള ഒരാളാണ് ഫാദർ വട്ടപ്പറമ്പിൽ. എല്ലാവരും ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന, അവരുടെ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു അച്ഛനാണ്, യുവാവാണ്. അപ്പോൾ അന്ന് ബൈജുവിന് അവിടെ അവർ ആതിഥ്യം വഹിച്ചതിന് ശേഷം ബൈജു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കോപ്പൻഹേഗനിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ ഫാദർ വട്ടപ്പറമ്പിൽ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹോട്ടലൊന്നും നോക്കണ്ട എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ അയച്ചു തന്നിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യും. ഞങ്ങൾ കോപ്പൻഹേഗനിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അച്ഛൻ്റെ ഭാര്യയെ അവർ വിശ്വാസികൾ അമ്മായി എന്നാണ് വിളിക്കുക. പക്ഷേ ചെറിയ പെൺകുട്ടിയാണ്, ഞാൻ തമാശയ്ക്ക് കളിയാക്കിയിട്ട് അമ്മായി എന്നൊക്കെ വിളിക്കും. അവരുടെ കൂടെ എന്ന് തോന്നിച്ചു. അന്ന് അവർ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും അവർ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അപ്പോൾ പിന്നെ ഫാദർ വട്ടപ്പറമ്പിൽ നാട്ടിൽ വന്നപ്പോൾ എന്നെ എൻ്റെ ഫ്ലാറ്റിൽ, എറണാകുളത്തെ ഫ്ലാറ്റിൽ വരികയും കാണുകയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ തമ്മിൽ എപ്പോഴും കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു. വാട്സപ്പിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും, സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നീട് പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞാണെന്നുള്ള വിവരം അറിഞ്ഞിരുന്നു. മോൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരും. അങ്ങനെ നല്ല ബന്ധം അത് കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ വീണ്ടും ഞാൻ കോപ്പൻഹേഗനിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരെ 3 പേരെയും കാണണം. അപ്പോൾ ഞാൻ അറിയിച്ചിരുന്നു, ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് ഇന്ന ഹോട്ടലിലാണ് വെറുതെ. പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുമ്പോൾ വീട്ടിലേക്ക് വരാനുള്ള സമയമൊന്നുമില്ല, നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ, എയർപോർട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് കാണാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് അവർ എയർപോർട്ടിൽ വന്നു, പിന്നെ ഹോട്ടലിലേക്ക് വന്നു. അങ്ങനെ അച്ഛനെയും ഭാര്യയെയും മോനെയും വീണ്ടും കാണാനുള്ളൊരവസരം കിട്ടി. അതൊരു 10-12 വർഷങ്ങൾക്ക് ശേഷം, ഒരു വ്യാഴവട്ടത്തിന് ശേഷം ഉള്ള കണ്ടുമുട്ടലായിരുന്നു. വലിയ സന്തോഷം തന്ന ഒരു കണ്ടുമുട്ടലായിരുന്നു. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോയി. ഞങ്ങളന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പുറപ്പെടാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി.